കഴിക്കാനായിട്ട് വന്നു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഫുഡൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കൊണ്ടിരുന്നു, എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഒരു സാധനം ഓർഡർ ചെയ്യാൻ തന്നെ ഒരു കുറഞ്ഞ അരമണിക്കൂറിൽ എടുക്കും. അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് ചോദിച്ച് ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലേ. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, കഴിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഒരു ബീച്ചിലാണ്. ഈ ബീച്ചിൻ്റെ ബാഗ ബീച്ചല്ല കേട്ടോ. ഈ ബീച്ചിൻ്റെ പേര് വന്നിട്ട് വായിൽ കൊള്ളാത്തൊരു പേരാണ്. എത്ര അങ്ങോട്ടും പറഞ്ഞിട്ടും ശരിയാകുന്നില്ല. അപ്പം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. കണ്ടോ ഗൈസ്, ഇതാണ് ബീച്ച്. ഇവിടെ എന്തൊക്കെയോ വാട്ടർ ഗെയിംസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് നൈസാന്ന് തോന്നുന്നു. അവിടെ ഗൈസ്, എങ്ക പാത്താലും കടൽ, അങ്ക പാത്ത കടൽ, ഇങ്ക പാത്ത കടൽ, എങ്ക പാത്താലും കടൽ. ഇവിടെ നോക്കിയാലും കടലാണ് ഫ്രണ്ട്സ്. ഓഹ് എൻ്റെ പൊന്നേ. ഇപ്പം കടൽ വൈകുന്നേരം വരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുവാണ്. ഈ സമയം വന്ന് എനിക്ക് അടിതരണം. വൈകുന്നേരം വരാൻ ഒരു 6 മണിയെ കഴിഞ്ഞിട്ട്, അതാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഞങ്ങളിപ്പം വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ എന്നിങ്ങനെ തപ്പി ഇറങ്ങി. ഞങ്ങൾ പോട്ടെ. ഇതും അവിടെ കാറ് കിടപ്പുണ്ട്, പോയി കയറട്ടെ. സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ആൾ മനസ്സിലാവുമോ എന്നൊരു സംശയം. നാളെ ഇനി ഇറങ്ങുമ്പോഴേക്കും കുറേ സൺസ്ക്രീൻ വാരി പോത്തളം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബോം ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയ ഗോവയിലുള്ള ഒരു ചർച്ചിലാണ്. അപ്പം അതാണ് എൻട്രൻസ്. അതുവഴി കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ചർച്ച്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ ഫ്രണ്ട്സ്, ചർച്ച് കണ്ടോ? അതിനടുത്തേക്ക് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇത് പഴയ ചർച്ചും അതുപോലെ ഇതോ കാണുന്നത് പുതിയ ചർച്ചും എന്നാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ഇവിടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ പോയി കാണട്ടെ. അകത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ് കണ്ടോ, ഇതാണ് ചർച്ചിൻ്റെ ക്ലോസർ വ്യൂ. നൈസ് വ്യൂ കാണുന്നതാണ് ഇതിൻ്റെ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നൈസ്, ഇതാണ് ഇതിൻ്റെ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങളിന്ന് ചർച്ചിനകത്തോട്ട് പോട്ടെ. ചർച്ചിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ചർച്ചിനകത്തോട്ട് പോട്ടെ. നല്ല വെയിൽ. അങ്ങനെ ഞങ്ങൾ ചർച്ചിൻ്റെ അകത്തൊക്കെ കണ്ട് ഞാൻ കയറിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും വിചാരിച്ചു. ഇപ്പം ഞാൻ പതുക്കെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാപ്പൽ പോലെയാണ്. അപ്പം വേറെ ആൾക്കാരൊക്കെ പ്രെയർ ചെയ്യാനിരിപ്പുണ്ട്. ഓക്കെ, അപ്പം അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതുകൊണ്ട് പതുക്കെ സംസാരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അകത്ത് കയറുമ്പോൾ തന്നെ നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോഗ്രാഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എടുക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമുക്ക് ഓരോ ഫാമിലീസിനും ഗൈഡ് ഉണ്ടാവും. ഗൈഡിന് പ്രത്യേകിച്ച് ക്യാഷ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഈ ചർച്ചിൻ്റെ ഹിസ്റ്ററി, പിന്നെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ, ഒരു ഫേമസ് ആയ ഒരു ഫാദർ ഉണ്ടല്ലോ. അപ്പോൾ ഫാദറിൻ്റെ ബോഡി അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ടായിരുന്നു. എല്ലാവരും കാണാൻ പറ്റും, എല്ലാ ടൂറിസ്റ്റിനും കാണാൻ പറ്റും. അവിടെ വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും.
അത് ഹെഡും പിന്നെ ഈ സൈഡോ കൈ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു റൂമർ ഉണ്ടായിരുന്നു, ഈ നെയിൽസ് വളരും എന്ന് പറഞ്ഞിട്ട്, ബോഡി ആണെങ്കിൽ പോലും നെയിൽസ് വളരുമെന്ന് പറഞ്ഞിട്ട് റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ്, നെയിൽസ് വളരത്തില്ല. അത് ജസ്റ്റ് റൂമറാണ്. അത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണത്, നെയിൽസ് വളരുമെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞില്ല, അത് റൂമറാണ്. കാര്യം സെൽസ് ഡെഡ് സെൽസാണ്, ലിവിങ് ബോഡിയിൽ അങ്ങനെ വളരത്തുള്ളൂ. അത് ലിവിങ് ബോഡി അല്ല, അതുകൊണ്ട് അങ്ങനെ വളരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ പുറത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അതൊക്കെ സംസാരിക്കാൻ കാര്യം ഒരു ചാപ്പിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് നേരം നിന്ന് റെസ്റ്റ് എടുത്ത ശേഷം, ചർച്ചിൻ്റെ അകത്ത് നല്ല തണുപ്പാണ് കേട്ടോ, നല്ലൊരു കാം, ഒരു പ്രത്യേക ഒരു ഫീൽ. പുറത്തൊന്നും ഭയങ്കര ചൂട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിൽ വന്നു. ഇതാണ് ന്യൂ ചർച്ച്. രണ്ട് സൈഡിലും ഗാർഡൻ ഉണ്ട്, സൈഡിലുണ്ട് ഗാർഡൻ. ഇതാണ് ചർച്ച്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ചർച്ചിനടുത്ത് തന്നെ, ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെയാണ് ഞങ്ങൾ കയറിയത്. ഫിഷ് താലിയാണ് ഓർഡർ ചെയ്തത്. ഇനി വരട്ടെ, കഴിക്കട്ടെ. വല്ലാണ്ട് വിശക്കുന്നുണ്ട്, 2 മണിയായി. ഓക്കെ, കഴിച്ചിട്ട് വേണം. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പുറത്തൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ആദ്യം ബീച്ചിൽ പോയപ്പോഴേക്കും മനസ്സിലായി ഇപ്പം ബീച്ചിൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇനി വൈകുന്നേരം അല്ലെങ്കിൽ നാളെ പോകാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കണം അടുത്ത ലൊക്കേഷൻ എങ്ങോട്ട് പോകണം ഇങ്ങനെ നോക്കുന്നു. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. ന്യൂ ചർച്ചിലും ഓൾഡ് ചർച്ചിനും അകത്ത് ഫോട്ടോഗ്രാഫീസോ വീഡിയോഗ്രാഫിയോ അലൗഡ് അല്ല. അകത്തുള്ള വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പുറത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്, ഒരു സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഗൈസ്, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൺസെറ്റ് കാണാനായിട്ടൊരു സ്ഥലത്ത് പോവാന്ന്. അതെ, ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് വന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഡോളോ അങ്ങനത്തെ സ്ഥലം. എനിക്ക് പേര് എന്തിനാ തെറ്റി പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരിക്കുന്നത്. ഓക്കെ, ഒന്നും വായിൽ കറക്റ്റായിട്ട് വരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൺസെറ്റ് കാണട്ടെ. സ്ഥലത്തിന്റെ പേര് കണ്ടല്ലോ, അറിഞ്ഞില്ലെന്ന് പറയുന്നത്. ഇതാണ് സ്ഥലത്തിന്റെ പേര്. സണ്ണ് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ അകത്തോട്ട് പോകട്ടെ. അങ്ങനെ ഇതിനുള്ളിൽ വന്നു. കണ്ടോ, ഇവിടെ മുകളിലാണ് സൺസെറ്റ് വ്യൂ പോയിന്റ്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പോകണം. ഗൈസ്, നമുക്കിനി കുറച്ച് നേരം റിവറിൽ കൂടി യാത്ര ചെയ്യാം. ഓക്കെ, നോക്കൂ, നമ്മുടെ കണ്ടോ ബിഗ് ഡാഡി. അതുപോലെ ഇവിടെ നമ്മുടെ ഏതിലായിരിക്കും ഗൈസ് കയറാൻ പോകുന്നത്. ഞങ്ങളിതിനകത്ത് കയറാൻ പോവാണ്. അപ്പോൾ ഏതിലാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടോവി റിവർ. ഭയങ്കര ലെങ്താണ് ഈ റിവറിന്. ആ റിവറിലാണ് ഈ
ഷോപ്പൊക്കെ കിടക്കുന്നത്. അത് ബിഗ് ഡാഡി, ഇത് വന്നിട്ട് ഫ്രൈഡ് കാസിനോ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. ഏതിലാണ് ഞാൻ കയറുന്നതെന്ന് കയറിയിട്ട് കാണിച്ചു. ഓക്കെ, ഇവിടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സോങ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. സൗണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല. കോപ്പറേറ്റ് അങ്ങനെ നമ്മളെ വണ്ടിയും മൂവ് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നു പാലത്തിന്റെ അടിയിൽ കൂടി. വലിയ ബ്രിഡ്ജാണേ. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ഞങ്ങൾ കേട്ടോ. because spot prizes है हमारे पास. Well, we all know some dialogues. मैं कुछ dialogues बताऊंगी, आपने बताना है कौन से मूवी से. जो बताएगा उसको प्राइज मिलेगा. Check this out. Well, the first dialogue I have for you, well, it's a very famous dialogue from a very famous movie. Guys, ഞങ്ങൾ അങ്ങനെ തിരിച്ച് ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ്. സ്ഥലം എത്തി, ഞങ്ങൾ പോയി ഇറങ്ങട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് ലാൻഡിലേക്ക് ലാൻഡ് ചെയ്തു. പിന്നെ പോയി കാറിൽ കയറട്ടെ ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊരു പാലം, ആ പാലമാണ് ഈ പാലം. ഈ പാലത്തിനാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പോയത്. അത് വെള്ളത്തിൽ കൂടെ പോയി റോട്ടിൽ കൂടെ പോയി. അങ്ങനെ ഞാനിപ്പം എന്താ റൂമിൽ വന്ന് ഫ്രഷായി ഒന്ന് കിടന്നു. കാര്യം നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ടൊരു വല്ലാത്തൊരു പരിവായിപ്പോയി. അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് ഇത് കിടക്കുവാണ്. ഇന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് നാളെ അതൊക്കെ എണീറ്റാൽ മതി. നാളെ ഇവിടെയൊക്കെ തന്നെയാണ്.
ഇപ്പം നാളത്തെ വീഡിയോ വിശേഷങ്ങളുമായിട്ട് ഇനി നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.